നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ സ്പെഷ്യൽ ഡിസ്കഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരു കാലവർഷം കേരളത്തിലേക്ക് വരാൻ പോകുന്നു. അതിന്റെ അലയൊലികൾ നമുക്ക് അങ്ങുമിങ്ങുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മഴ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പതിവ് പോലെ തന്നെ ഒരു മൺസൂൺ കാലം അല്ലെങ്കിൽ ഈ കാലവർഷം ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും മുല്ലപ്പെരിയാർ ഡാം ചർച്ചയിലേക്ക് വരികയാണ്. ഈ ഡാം ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകർച്ച ഡാമിന് സംഭവിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ പുതിയ സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. തമിഴ്നാട്ടിൽ ടി.വി.കെയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. അതിന്റെ ഭാഗമായി പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസ് മന്ത്രിമാരും മന്ത്രിസഭയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കമ്പം MLA ശ്രീ ജഗന്നാഥ് മിശ്ര ആ മേഖലയൊക്കെ സന്ദർശിക്കാൻ ഇടവന്നത്. അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്ന ആശങ്കയുടെ കാർമേഘങ്ങൾ നീക്കുവാൻ കാരണമാകുമോ എന്നീ വിഷയമാണ് ഇന്ന് ഷെക്കീന സ്പെഷ്യൽ ഡിസ്കഷൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പൊതുപ്രവർത്തകനും ഒപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സുരക്ഷാ ഭീഷണി ഉയർത്തി കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമായി അഡ്വക്കേറ്റ് ശ്രീ റസൽ ജോയി, ഒപ്പം തന്നെ ഇടുക്കിയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയി, അങ്ങ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം, ഈ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അങ്ങ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് എല്ലാ അഭിവാദ്യങ്ങളും ഒപ്പം തന്നെ എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ആദ്യമായി അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം മുല്ലപ്പെരിയാർ വിഷയത്തിൽ എത്രത്തോളം ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട്? അഡ്വക്കേറ്റ് റസൽ ജോയി. മാറിയ സാഹചര്യം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം എന്ന് വെച്ചാല് ഞാന് തമിഴ്നാട് ഘടകം BJP പ്രസിഡന്റ് അണ്ണാമലയുടെ വാക്കുകൾ കടമെടുക്കാണ്. ദർ ഈസ് ആൻ അൺഹോളി നെക്സസ് ഇൻ ബിറ്റ്വീൻ ദ പൊളിറ്റീഷ്യൻസ് ഓഫ് കേരള ആൻഡ് പൊളിറ്റീഷ്യൻസ് ഓഫ് തമിഴ്നാട്. ഇപ്പൊ വിജയ് വന്നതോടുകൂടി ആ അൺഹോളി നെക്സസ് ഇല്ല, തമിഴ്നാട്ടിലെങ്കിലും ഇല്ല. അപ്പൊ വളരെ പോസിറ്റീവാണ്. പിന്നെ മാത്രമല്ല, പുതിയ മുഖ്യമന്ത്രി ഈ പ്രളയം കഴിഞ്ഞ 2018 പ്രളയം ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത പറവൂർന്നുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പരിഹരിക്കപ്പെടേണ്ട സമയമായി. കാരണം ഇനി പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് പരിഹരിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടാതെ വരും. ഓക്കെ. മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം, ഇതിന്റെ ചില നിയമപരമായിട്ടുള്ള നൂലാമാലകൾ ഇപ്പം കോടതിയുടെ പരിഗണനയിലും അത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഈ നിയമപരമായിട്ട് ഇനിയൊരു വിഷയത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം, ജനങ്ങൾക്ക് അനുകൂലമായി ഒരു ഉത്തരവ് വരുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് ഇനിയും നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുണ്ടോ? അതാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ ഇത് നിയമപരമായി മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. സുപ്രീം കോടതി ഒരു സ്റ്റേണായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷനിലേക്കുള്ള ചിന്ത പോലും പൊളിറ്റീഷ്യൻസിന് ഉണ്ടാവുള്ളൂ. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 13 സുപ്രീം കോടതി വളരെ ശ്രദ്ധേയമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്ത കേസിലാണ്. അപ്പൊ അതില് സുപ്രീം കോടതി പറഞ്ഞത് സേഫ്റ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു കാര്യം ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അതായത് ജനങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്, ഭീതി കൂടാതെ ജീവിക്കാനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. അത് ഒരാളുടെ റൈറ്റ് പോലും നിഹനിക്കപ്പെടുകയാണെങ്കിൽ കോടതിക്ക് ഇടപെടാം. ആ റൈറ്റ് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഏതു മാർഗവും ഏതു വലിയ കാര്യം ചെയ്യേണ്ടി വന്നാലും കോടതിക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്യാം. അപ്പോ കോടിക്കണക്കിന് ജനങ്ങളിൽ താമസിക്കുന്ന ഈ കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കോടതി പ്രാധാന്യം കൊടുക്കില്ല ഒന്നുണ്ടോ? അപ്പൊ ഈ ഒക്ടോബർ മാസം 13 കഴിഞ്ഞ 2025 ഒക്ടോബർ മാസം 13 വന്ന ഉത്തരവ് വളരെ ശ്രദ്ധേയമാണ്. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കോടതി ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്: ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് റെസ്പെക്റ്റീവ് ഗവൺമെന്റ്സിനോട്. അവിടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു, തമിഴ്നാടിന്റെ ഒരു ബഞ്ച് ഓഫ് ലോയേഴ്സ് ഉണ്ടായിരുന്നു, കേരളത്തിന്റെയും അതുപോലെ തന്നെ ഒരു ലോയേഴ്സിന്റെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞത് ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ എന്താണ് കാരണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പൊളിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സുപ്രീം കോടതി എത്തിക്കഴിഞ്ഞു. അത് വളരെ പോസിറ്റീവാണ്. ആ ഒരു കാര്യത്തിൽ ഷക്കീന ചാനലിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഒക്ടോബർ മാസം കഴിഞ്ഞിട്ട് എത്ര മാസങ്ങളായി?
ഇതുവരെയും കേരള ഗവൺമെന്റ് ഫലപ്രദമായ ഒരു മറുപടി ആ കേസിൽ കൊടുത്തിട്ടില്ല. അത് അക്ഷന്തവ്യമായ ഒരു വീഴ്ചയാണ്, ഈ ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തമിഴ്നാടിന്റെ കാര്യം പോട്ടെ, അവര് എതിർകക്ഷിയാണല്ലോ. നമ്മുടെ ഗവൺമെന്റ് പോസിറ്റീവായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ കേസിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എത്രയും പെട്ടെന്ന് പറയേണ്ട ആവശ്യമുണ്ട്. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വിജയുടെ നേതൃത്വത്തിലുള്ള സിനിമാ മേഖലയിൽ നിന്നും വന്ന വിജയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അവിടെ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനുള്ളൊരു സാധ്യത ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ആ ഒരു ജലം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജില്ലകളിലെ കർഷകരുടെ ഒരു വൈകാരികമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. പലപ്പോഴും ഈ തമിഴ് വികാരം ഉയർത്തിപ്പിടിക്കുന്ന തീവ്ര നിലപാടുള്ള പല നേതാക്കളും ഈ തമിഴ് പൊളിറ്റിക്സിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ മുൻകാലങ്ങളിൽ മുൻ സർക്കാരുകൾ തമിഴ് ഗവൺമെന്റുകൾ എടുത്ത ആ ഒരു അല്പം കൂടി ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു നിലപാടിൽ നിന്ന് എത്രത്തോളം ഒരു പിന്നോക്കം പോയി ഒരു ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം വിജയുടെ മുന്നിലുണ്ട്? അല്ല, ഒത്തുതീർപ്പിലേക്ക് ഇനി തമിഴ്നാട് സർക്കാരിന് വന്നേ പറ്റൂ. ഈ കേസിൽ തന്നെ കോടതി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ തമിഴ്നാടും ബാധ്യസ്ഥതയുണ്ട്. ഈ പറയുന്ന പോലെ അവിടെ അത്ര വലിയ ജലക്ഷാമമൊന്നുമില്ല. നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ് 5 ജില്ലകളിൽ 4 ജില്ലകളും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടുത്തെ ഇറിഗേഷൻ മിനിസ്റ്റർ തേനിയിൽ വന്നിട്ടാണ് 142 അടിയിൽ നിന്ന് ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തുമെന്ന് പറഞ്ഞത്. അന്ന് തേനിയിൽ പ്രളയമായിരുന്നു. പ്രളയം അവലോകനം ചെയ്യാൻ വന്ന അവിടുത്തെ ജലസേചന വകുപ്പ് മന്ത്രി പ്രളയത്തിന്റെ നടുക്ക് നിന്നിട്ടാണ് പറഞ്ഞത് 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് ഉയർത്തുമെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഊതി വീർപ്പിക്കുന്ന ഒരു നാശത്തിന്റെ ചിത്രമാണ് തമിഴ്നാട് എപ്പോഴും കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്രയും ജലക്ഷാമമോ ഒന്നുമില്ല. കുടിവെള്ളത്തിന് യാതൊരു പ്രശ്നമേ ഇല്ല. കൃഷിക്കാണ് കുറച്ചെങ്കിലും പ്രശ്നമുള്ളത്. അത് 3 പ്രാവശ്യം കൃഷി ചെയ്യുമ്പോൾ 1 പ്രാവശ്യത്തെ കൃഷിക്കാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ പ്രധാന വിഷയം അതൊന്നും കൃഷിയൊന്നും അല്ല. ഇവരുടെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ വെറുതെ കിട്ടുന്ന ഈ വെള്ളം അവിടെ വീടാന്തരം മീറ്റർ വെച്ച് കൊടുത്ത് പൈസ വാങ്ങുന്നു, ഇൻഡസ്ട്രീസിന് കൊടുത്ത് പൈസ വാങ്ങുന്നു. അങ്ങനെ ഈ ഒരു വെള്ളത്തിൽ നിന്ന് ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സ്, ഇന്ത്യൻ കറൻസിയിൽ പറഞ്ഞാൽ ശരിയാകത്തില്ല, ഡോളേഴ്സ് ഇവർ സമ്പാദിക്കുന്നു. ആ സമ്പാദ്യം പോകുമോ? അതാണ് ഇവരുടെ പേടി. അല്ലാണ്ട് ജനങ്ങളുടെ കുടിവെള്ളമോ ജനങ്ങളുടെ കൃഷിയൊന്നും അല്ല അവരുടെ വിഷയം. ഇലക്ട്രിസിറ്റി തന്നെ 468 കോടി രൂപയുടെ, കേരളത്തിന് 1 യൂണിറ്റ് പോലും വൈദ്യുതി കൊടുക്കാതെ 468 കോടി രൂപയുടെ വൈദ്യുതിയും തമിഴ്നാട് സർപ്ലസ് സ്റ്റേറ്റ്, എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആയ തമിഴ്നാട് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് തമിഴ്നാട് വെറുതെ ഒന്നുമല്ല ഇന്ത്യയിൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നത് കേരളത്തിന്റെ ചെലവിലാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. കേരളത്തിന്റെ ചെലവിൽ തന്നെയാണ് ഇന്ത്യയിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് തമിഴ്നാട് ഉയർന്നത്. ഇവിടെ വെള്ളം ഞാൻ തരില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. തരണമെങ്കിൽ പണം തരണമെന്ന് പറയാനുള്ള നട്ടലുള്ള രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ ഉണ്ടാകണം. നമ്മൾ ഈ വെള്ളം എന്തിനാ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? നമ്മുടെ അവസ്ഥ എന്താണ്? ഇലക്ട്രിസിറ്റി ഇല്ല, ഖജനാവിൽ പണമില്ല, കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പ് കുത്തുന്ന ഒരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിനുള്ള ഒരു റിസോഴ്സസിൽ ഒന്നാണ് വാട്ടർ. ആ വാട്ടർ വെച്ചിട്ട് തമിഴ്നാട് ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു 10% ഇവിടെ മേടിച്ചു വെക്കാനുള്ള ഒരു ധാർമ്മികമായ ബാധ്യത ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കില്ലേ? ഞാൻ പറയണത് ആ കച്ചവടത്തിന് നിൽക്കണമെന്നല്ല. ഡാം പൊളിച്ചു കളഞ്ഞ് പുതിയൊരു ഡാം പണിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ പറയട്ടെ. കൃത്യമായ പൈസ ചില്ലറ വ്യത്യാസമില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചു വെക്കാനുള്ള ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ ഡാം പണിത് ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങിലേക്ക് വരാൻ വളരെ വ്യക്തമായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. ശ്രീ ജോൺസൺ കൊച്ചുറമ്മൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ തമിഴ്നാട് കമ്പം MLA ജഗന്നാഥ് മിശ്ര ഈ നെടുങ്കണ്ടം ആനക്കല്ലിൽ സന്ദർശനം നടത്തുകയുണ്ട്. ആ ഒരു വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു, ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ട് TVK അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുക്കുന്ന വെള്ളം തമിഴ്നാടിന് നൽകണം എന്നൊക്കെയാണ് പറയുന്നത്. നിലവിലെ സംഭരണശേഷി വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രസ്താവനകൾ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ള പ്രസ്താവനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിഷ്കളങ്കമാണോ അതോ മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾ, അജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ടോ? ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ.
ഞാൻ കമ്പം MLA പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു. അതിൽ ഇപ്പോൾ കാപട്യമൊന്നുമുണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് തമിഴ്നാട്ടിൽ വെച്ചല്ല. അദ്ദേഹം കേരളത്തിൽ വെച്ചാണ് പറഞ്ഞത്. കേരളത്തിൽ അദ്ദേഹം മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതാണോ? അല്ല. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാറിന്റെ സമീപ പ്രദേശങ്ങളിൽ വരികയോ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചിട്ട് അവിടെ ഏതെങ്കിലും പത്രസമ്മേളനം നടത്തുകയോ ഒന്നുമല്ല ചെയ്തത്. ഈ നെടുങ്കണ്ടത്ത് നിന്നും തമിഴ്നാട്ടിലെ തേനിയിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. പഴയ കാലത്തെ ഒരു നടപ്പാതയായിരുന്നു. പിന്നീട് കുറച്ചുനാൾ അത് ജീപ്പുകൾ ഓടിക്കുന്നൊരു പാതയായി തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കൂടെ കൃഷിക്കാര് നിർമ്മിച്ചു. വാഹനമൊക്കെ ഓടിക്കൊണ്ടിരുന്നു. ഈ പശ്ചിമഘട്ട മലനിരകൾ, ഇപ്പോ റസൽ ജോയി പറഞ്ഞല്ലോ, ഈ 5 ജില്ലകളിൽ ആവശ്യത്തിന് മഴയുണ്ടെന്ന്. മഴയുണ്ട്. കാരണം ഈ പശ്ചിമഘട്ട മലനിരയിലെ കേരളത്തിന്റെ അതിർത്തി മുഴുവൻ തമിഴ്നാടിന്റെ കയ്യിൽ ഇരിക്കുന്ന ഭൂപ്രദേശങ്ങൾ മുഴുവൻ അവർ വനവത്കരണ പദ്ധതി പ്രകാരം വനമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പോ അവിടെ നിന്ന് വരുന്ന മേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനും തമിഴ്നാട്ടിൽ അധിക മഴ ലഭിക്കുന്നതിനും അതൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ആ വനവത്കരണത്തിന്റെ ഭാഗമായി ഈ നടപ്പാത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജീപ്പ് റോഡ് ഉണ്ടായിരുന്ന ആ ഭാഗം പൂർണ്ണമായി വനം വകുപ്പ് ഏറ്റെടുക്കുകയും അതുവഴിയുള്ള കാൽനട പോലും നിരോധിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ് ആ റോഡ് ഉണ്ടാകണമെന്ന്. അത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപയോഗപ്രദമായ റോഡാണ്. ആ റോഡ് നിർമ്മിക്കണം അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പ്രഖ്യാപിക്കും, അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ്, ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ MLA തമിഴ്നാട്ടിൽ നിന്നും കാൽനടയായി ഈ വനപാതയിലൂടെ കേരളത്തിലേക്ക്. കേരളത്തിലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു, നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷിഹാബ്, അവിടുത്തെ ജനകീയ സമിതിയുടെ നേതാക്കന്മാരടക്കം നല്ലൊരു ജനം അവിടെ പങ്കെടുത്ത് ഇവർക്ക് കൃത്യമായ സ്വീകരണം നൽകി. അവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ ഇവർക്ക് യോഗത്തിൽ സംസാരിക്കുന്നതിന് അവസരം കൊടുത്തു. അവർക്ക് രാവിലെ നടന്നു കയറി വന്നത് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം വന്നത് എന്തിനാണ്, വരുമെന്ന് അറിയിച്ചത് എന്തിനാണ്? ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. മനസ്സിലായോ? വന്നത് ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അവിടെ പത്രപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് യാദൃച്ഛികമായി പറയുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ല. അദ്ദേഹം കൃത്യമായി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടി തന്നെയാണ് ഈ ഒരു പാതയിലൂടെ വന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് സംശയിക്കേണ്ടി വരും. അദ്ദേഹം അവിടെ വന്നിട്ട് പറഞ്ഞതാ ഇത്ര, അദ്ദേഹം പറഞ്ഞത് തെറ്റില്ല കേട്ടോ. പറഞ്ഞതിന് ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല. തമിഴ്നാടിന് അവകാശപ്പെട്ട ജലം കേരളം അധിക ജലം വരുന്നത് ഇടുക്കിയിലേക്ക് ഒഴുക്കുന്നത് അവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷേ അത് അദ്ദേഹം പറയാൻ വേണ്ടി, ഇപ്പോൾ ഈ മഴക്കാലത്തിന് മുമ്പ് ഇൻട്രോയിൽ ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം ഒന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമം. റസൽ ജോയി പറഞ്ഞതുപോലെ ഞാൻ ഇതിനകത്ത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും കേരളത്തിൽ ഇന്നോളം ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകളെയും ഒക്കെ നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കാനാവും. കാരണം ഞാൻ ബോർഡർ ലൈനിൽ താമസിക്കുന്ന ഒരാളാണ്. തമിഴ്നാട്ടിലെ ഏത് രാഷ്ട്രീയ കക്ഷികൾ വന്നാലും അവർക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പൊതു നിലപാടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അത് ഉണ്ടാവുന്നു. VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ബഹുമാനായ MK പ്രേമചന്ദ്രൻ അദ്ദേഹം ഈ കാര്യത്തിൽ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വലിയൊരു നീക്കം നടത്തി. അദ്ദേഹത്തെ ആ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുന്നതിന് തമിഴ് ലോബി പ്രവർത്തിച്ചു എന്നുവരെയാണ് റിപ്പോർട്ടുകളുള്ളത്. അതല്ലാതെ ആരും ഈ ഒരു വിഷയത്തിൽ, ശരിക്കും പറഞ്ഞാൽ ജോർജി, മഴക്കാലത്ത് മാത്രം കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമായി ഈ മുല്ലപ്പെരിയാർ മാറിയിരിക്കുന്നു. മഴക്കാലം കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഒരു വിഷയമേ അല്ല കേരളത്തിന്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഈ വിഷയങ്ങൾ പഠിക്കുകയോ ഇതിന്റെ പരിഹാരം തേടുകയോ പോവുകയോ ചെയ്യുന്നില്ല. ബഹുമാനമായ റസൽ ജോയിയും നമ്മുടെ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി ബഹുമാനപ്പെട്ട നമ്മുടെ ജോയി നിരപ്പലച്ചനും ഷാജി ജോസഫും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ആ സമിതിയും ഇവരൊക്കെയാണ് കോടതികളിൽ പോകുന്നതും ഈ വിഷയങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നു. ഗവൺമെന്റ് തീർത്തും പരാജയം. ഞാൻ ഈ ഒരു കഴിഞ്ഞ ഗവൺമെന്റ് മാത്രമല്ല പറയുന്നത്, പൂർണ്ണമായി കേരളത്തിലെ ഗവൺമെന്റുകളും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും കൃത്യമായി ഈ വിഷയം പഠിക്കുകയോ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുകയോ ചെയ്തില്ല. ഇപ്പൊ ഈ CVK വന്നു. ഇപ്പൊ അദ്ദേഹം ജോർജി നമ്മുടെ ബഹുമാനായ റസൽ ജോർജ് ചോദിച്ചല്ലോ ഭരണമാറ്റത്തെ കുറിച്ച്. ഈ പുതിയ ഗവൺമെന്റ് അവിടെ വരുമ്പോ ആ ഗവൺമെന്റ് ഒരു ട്രെൻഡാണ്. തമിഴ്നാട്ടിലെ അങ്ങനെയാണല്ലോ, ഒരു ട്രെൻഡ്, കേരളത്തിലെ ഒരു ട്രെൻഡാണ്. പുതിയ യൂത്ത് പൂർണ്ണമായും അതിനോട് ചേർന്നു. നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയത്തിന് പ്രതിപക്ഷം AIADMKയ്ക്ക് ബലം കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വിജയ്ക്കൊരു മുന്നേറ്റത്തിലേക്ക് വരാൻ കഴിയും. പക്ഷേ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്
ഈ കേരള ബോർഡറിൽ നിൽക്കുന്ന നേതാവ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിനെതിരെയുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചയാളാണ്. അവിടെ നിന്ന് കല്ല്, മണ്ണ്, പാറപ്പൊടി അടക്കമുള്ള ക്രഷർ ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലെ മേഖലകളിലേക്ക് കടന്നു വരുന്നുണ്ട്. അത്തരം ഒരു ഉൽപ്പന്നങ്ങളും കേരളത്തിലേക്ക് കടത്തിവിടാൻ പാടില്ല. കേരളം തമിഴ്നാടിനെ ചൂഷണം ചെയ്യുന്നു എന്ന രീതിയിൽ വളരെ തീവ്രമായ നിലപാട് അന്ന് പറഞ്ഞയാളാണ്. പക്ഷേ ഏറെ ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, കമ്പം MLA ജഗന്നാഥ് മിശ്ര ഈ നെടുങ്കണ്ടത്ത് വന്നപ്പോൾ വളരെ സൗമ്യമായിട്ടാണ് പറഞ്ഞത്, ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കരുത്. അത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ നേതൃത്വങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അതിൽ ഞാൻ ആത്മാർത്ഥത കാണുന്നു. രാഷ്ട്രീയ ആയുധമാക്കരുത് എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഈ രണ്ട് പ്രദേശങ്ങളിലെയും ജനങ്ങൾ തമ്മിൽ വളരെ സ്വരുമയോടെ, വളരെ യോജിപ്പോടെയാണ് മുന്നോട്ട് പോകുന്നത്. വാണിജ്യപരമായും കാർഷികപരമായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഈ രണ്ട് ജനത. അതുകൊണ്ട് ആ ജനതയ്ക്കിടയിൽ ഒരു വിഭാഗീയത, ഒരകൽച്ച ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ സ്വാഗതാർഹമാണ്. കേരളം ഇനിയും പഠിക്കേണ്ടത്, റസൽ ജോയി പറഞ്ഞതുപോലെ, കേരളം ഇനി പഠിക്കേണ്ടത് ഇതൊരു വിവാദ വിഷയമായി നിലനിർത്താനല്ല, അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാനല്ല, പ്രശ്നം പരിഹരിക്കുന്നതിന് കേരള ഗവൺമെന്റ് സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമോ? റസൽ ജോയി അവർക്ക് വെള്ളം കൊടുക്കണ്ട എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കറണ്ടിന് പണം വാങ്ങിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല. എന്റെ നിലപാട്, ഈ കേരള ഗവൺമെന്റ് നേരത്തെ എടുത്ത നിലപാട്, അവർക്ക് ആവശ്യത്തിന് ജലം കൊടുക്കട്ടെ, അവർ കൃഷി ചെയ്തോട്ടെ, ആ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നമുക്ക് കഴിക്കാം, അവർക്ക് ജലം കൊടുക്കുന്നതിനൊന്നും എതിരായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അതുപോലെ അവർ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അവർ ഭയക്കുന്നത് എന്താ? സഞ്ജയ് പറഞ്ഞ അവസാനത്തെ ഭാഗത്തെ വസ്തുത ഏതാ? അവർ ഭയക്കുന്നത് പുതിയ ഡാം വന്നാൽ പുതിയ കരാറുണ്ടാവും. 1886 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 140 വർഷമായിരിക്കുന്നു. 999 എന്ന് സംശയാസ്പദമായ രീതിയിലുള്ള ഒരു കരാർ. ആ കരാറ് പ്രകാരമുള്ള വ്യവസ്ഥകൾ മുഴുവനും മാറും പുതിയ കരാർ വരുമ്പോൾ. അത് ബ്രിട്ടീഷ് ഗവൺമെന്റും തിരുവിതാംകൂർ രാജകുടുംബവും തമ്മിലുണ്ടാക്കിയ കരാറാണ്. ഇപ്പോൾ രണ്ടിടത്തും ജനാധിപത്യ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ ഗവൺമെന്റുകൾ തമ്മിൽ പുതിയൊരു കരാർ രൂപപ്പെടണം. ആ കരാർ രൂപപ്പെടുമ്പോൾ ഈ വെള്ളം ഇനി പൂർണ്ണമായി അവർക്ക് അവകാശമായി വിട്ടുകൊടുത്താൽ പോലും വൈദ്യുതി ഉത്പാദനത്തിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും കേരളം ചോദിക്കുമല്ലോ. കാരണം അവിടെ എക്സസ് ആയിട്ടുള്ള വൈദ്യുതി ഉണ്ട്. അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അധികമായ അളവിൽ ഇപ്പോൾ ഈ ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മുടെ ഈ പൈപ്പ് പോകുന്നുള്ള തേക്കടിയിലെ ജലം പോകുന്ന ടണല്, ആ ടണലിന്റെ അടിയിൽ ഒരു വൈദ്യുത നിലയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് മാറിയിട്ട് 5ഓളം നിലയങ്ങൾ പ്രവർത്തിപ്പിച്ച് അവർ വൈദ്യുതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് മുഴുവൻ കണക്കുണ്ടാവും. അവർ ഉത്പാദിപ്പിക്കുന്ന ഓരോ യൂണിറ്റിനും കണക്കുണ്ടാവും, അത് അവർ വിൽക്കുന്നതിന് കണക്കുണ്ടാവും. ആ കണക്കിൽ കൂടി അവർ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം കേരളം ചിലപ്പോൾ പുതിയ കരാറിൽ ചോദിച്ചേക്കാം. അത്തരം ഒരു ആശങ്ക അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അവർ ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നത്. അല്ലാതെ അവിടുത്തെ ജനങ്ങളോടുള്ള താല്പര്യം മാത്രമല്ല. ജനങ്ങളോടുള്ള താല്പര്യമാണെങ്കിൽ അവിടുത്തെ കൃഷിക്കുള്ള ജലം, കുടിവെള്ളത്തിലുള്ള മറ്റൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, റസൽ ജോയി സൂചിപ്പിച്ചു, പ്രളയം ഉണ്ടായിരുന്ന സമയത്താണ് എന്റെ മകള് ജോലി ചെയ്യുന്നു തേനിയിലാണ്. ഇപ്പോൾ തേനിയുടെ അവസ്ഥ ജോർജി പറഞ്ഞ, ഒരു മഴ പെയ്താൽ തേനി വെള്ളപ്പൊക്കത്തിലാവും. അവിടുത്തെ ഓടകളിലെ മുഴുവൻ വെള്ളം ഈ റോഡിലേക്ക് കയറും. അവിടെ അത്രമാത്രം കുടിവെള്ള പ്രശ്നമില്ല. കാരണം ഇതുപോലെ മഴ അവിടെ കിട്ടുന്നുണ്ട്. മാത്രവുമല്ല, ഈ തേക്കടിയിലെ ജലം കൊണ്ടുപോയി മധുര അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളത്തിന് കൊണ്ടുപോകാൻ അവർ നിർമ്മിച്ച സംഭരണ സ്ഥലമാണ് ഈ വൈഗ ഡാം. വൈഗയിൽ ഒരു ഡാം നിർമ്മിച്ചു, അതിൽ ഈ ജലം സംഭരിക്കുന്നു. അവിടുന്ന് കനാൽ വഴി മധുര അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നു. വേനൽക്കാലത്ത് അവിടെ കുടിവെള്ളമായിട്ട്. ആ വൈഗ ഡാമിന് താങ്ങാവുന്ന ഒരു പരിധിയുണ്ടല്ലോ. ഇത് മഴക്കാലത്താണ് ഈ വെള്ളം ഉയരുന്നത്, വേനൽക്കാലത്തല്ല. അതേ മഴക്കാലത്ത്, ഇവിടുത്തെ മൺസൂൺ മഴക്കാലത്ത് തമിഴ്നാട്ടിലും മഴയാണ്, അതിർത്തി ജില്ലകളിൽ മുഴുവൻ മഴയാണ്. അപ്പോൾ എങ്ങനെ വൈകിയിൽ ഈ വെള്ളം സംഭരിക്കും? അപ്പൊ തമിഴ്നാടിന് ഈ വെള്ളം സംഭരിക്കാനാവില്ല. അതുകൊണ്ട് ഈ മഴക്കാലത്ത് ഈ വെള്ളം കൊടുക്കണം എന്നൊക്കെ പറയുന്നതിനകത്ത് നമുക്ക് ചില സംശയങ്ങളുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഇത് തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് ഗവൺമെന്റുകളും ഇതിനകത്ത് ഇച്ഛാശക്തിയോടുകൂടി രണ്ട് സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെ താല്പര്യവും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കണം എന്നാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത്.
തീർച്ചയായും വളരെ വ്യക്തമാണ്. ഒരു പരിഹാര മാർഗ്ഗം എത്രയും വേഗം ഉണ്ടാവട്ടെ. ഞാൻ അഡ്വക്കേറ്റ് റസൽ ജോയിലേക്ക് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങയുടെ വ്യക്തിപരമായിട്ട് ഒന്ന് രണ്ട് ചോദ്യം. ഈ ഒരു വിഷയത്തിൽ ഇനി പുതിയ സർക്കാർ, നമുക്കറിയാം വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുമായി നമുക്കറിയാം ബഡ്ജറ്റ് വരാൻ പോകുന്നു. അതിൽ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ, അതിനുവേണ്ടി വേണമെങ്കിൽ ഒരു വിഹിതം മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് പദ്ധതി ഇടുന്നുണ്ടോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങ് വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ ഒരു പോരാട്ടത്തിലാണ്, നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ തന്നെയാണ്. പലപ്പോഴും പല പ്രതിസന്ധികളും വെല്ലുവിളികളും ആക്ഷേപങ്ങളും ഒക്കെ അങ്ങേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഊർജ്ജം അങ്ങേക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് അഡ്വക്കേറ്റ് റസൽ? അത് വിശ്വാസം, അത് ദൈവം ഏൽപ്പിച്ച ഒരു ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഊർജ്ജമൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇതിപ്പോ നമുക്ക് ജോർജി ഒരു വിഷയമുണ്ട്, ഇത് നമുക്ക് ചർച്ച ചെയ്ത് നിൽക്കാനുള്ള സമയമൊന്നും ഇല്ല ഇനി. സുപ്രീം കോടതി പറഞ്ഞത് തന്നെ, സുപ്രീം കോടതി ആകെ ഒരു ചോദ്യം ചോദിച്ചോളൂ, ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന്. 130 വർഷം. ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടോ? 50ഓളം ഡാമുകൾ തകർന്ന ഒരു രാജ്യത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കണേ. ഇന്ന് ഈ ഡാം പാർഷ്യലായിട്ട് തകർന്നതാണ് 1924. ഈ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സംഭവം അതാണ്. അന്ന് കേരളം മുഴുവനും ഇല്ലാതായി, വെള്ളത്തിൽ മുങ്ങി. അന്ന് ഈ ഒരു ഡാമേ ഉള്ളൂ, വേറെ ഇന്നത്തെ പോലെ 84 ഡാംസ് ഇല്ല. അന്ന് ഫാക്ടറികളൊക്കെ വളരെ 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 ചുരുക്കം ഫാക്ടറികളേ ഉള്ളൂ. ഇന്ന് കേരളത്തിൽ 2 ലക്ഷത്തോളം ചെറുതും വലുതുമായ ഫാക്ടറികളുണ്ട്. ഈ ഡാമിന്റെ അടിയിൽ 1 ലക്ഷത്തോളം ഫാക്ടറികളുണ്ട്. അതിൽ തന്നെ ആയിരക്കണക്കിന് ഫാക്ടറികൾ ഈഥെയിൻ, ബെൻസീൻ, മീഥെയിൻ പോലെയുള്ള വിഷദ്രാവകങ്ങൾ ലിക്വിഡ് രൂപത്തിലും ഗ്യാസ് രൂപത്തിലും സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമില്ല, ഇവിടെ പുല്ല് പോലും മുളയ്ക്കോ? ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ കേരളം മുഴുവൻ വ്യാപിച്ചാല് പുല്ല് പോലും ഈ നാട്ടിൽ മുളയ്ക്കോ? നമ്മളിത് വെറുതെ ഇരിക്കേണ്ട ഒരു സമയമല്ല, നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങി. നമ്മൾക്ക് ഇപ്പോ ഇവിടുത്തെ ഒരു കുട്ടികൾക്ക് നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്, യുവാക്കൾക്ക് എന്താ കൊടുക്കാൻ പോകുന്നത്? ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ? അവരൊക്കെ സുഖമായിട്ട് ജീവിച്ച് കേരളത്തിൽ നിന്ന് പോകാറായി. ഈ മക്കൾക്ക് ഇവരെന്താ കൊടുക്കാൻ പോകുന്നത്? മരണോ? ചിന്തിക്കേണ്ട അവസ്ഥയാണ്. ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. വിജയ് അവിടെ ഈ കറപ്ഷന്റെ ഭാഗമല്ലാത്ത ഒരു മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ വന്നു, കേരളത്തിലും ഭരണം മാറി. ഇനി ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങിച്ചതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. ഇനി എന്ത് ചെയ്യണം? തമിഴ്നാട്ടുകാർക്ക് വെള്ളമല്ലേ വേണ്ടത്, ഇലക്ട്രിസിറ്റി അല്ലേ വേണ്ടത്, വീടാന്തരം മീറ്റർ വെച്ച് കാശ് പിരിക്കലല്ലേ വേണ്ടത്? ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യട്ടെ പുതിയത്. ഇപ്പോഴാണെങ്കിൽ ഞാൻ 240 ഭൂകമ്പങ്ങളുടെ ലിസ്റ്റ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടെക്നോളജി ഡെവലപ്ഡ് ആണ്. ചൈനയിലൊക്കെ 3 ഗോർജസ് ഡാം എല്ലാം പണിത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അവരെയൊക്കെ വിളിക്കാം നമുക്ക് ഇവിടെ ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുന്ന, തകരാൻ സാധ്യത ലേശം പോലും ഇല്ലാത്ത ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. അതിനുള്ള ആർജവും തന്റെ നട്ടലും ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് വേണം. അതിനി ആലോചിച്ച് നിൽക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും സമയമില്ല. ഇവിടെ ഈ ഷക്കീന ചാനലിൽ കാണുന്ന ആൾക്കാര് ബാക്കിയുള്ള ചാനലുകൾ കാണുമല്ലോ. ഈ ചാനലിൽ വരുന്ന ഈ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. ജനങ്ങൾ ഇറങ്ങണം ഇതിന്റെ പുറകില്. ഇവിടുത്തെ സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും ഇറങ്ങണം. നിങ്ങൾ ഇറങ്ങിയാലാണ് ഇവിടെ ഒരു മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ ഈ നാടേ ഉണ്ടാകത്തില്ല. ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ, ഷക്കീന ചാനൽ നടത്തുന്ന ഈ ഉദ്യമത്തില് എല്ലാവരും കൂടി പങ്കെടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും വളരെ നന്ദി, അങ്ങയുടെ നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. തീർച്ചയായിട്ടും ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ എല്ലാ പിന്തുണയും അറിയിക്കുകയാണ്. എത്രയും വേഗം തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകട്ടെ. ശ്രീ റസൽ ജോയി സൂചിപ്പിച്ചതുപോലെ ഇത് ചർച്ച ചെയ്ത് നമുക്കിനി സമയമില്ല എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഒരു അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ഇനി അടുത്ത നാളുകളിലൊന്നും ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിലും കേരളത്തിൽ ഉരുത്തിരിയുമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു നല്ലൊരു സാഹചര്യം അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ ഒരു ഇച്ഛാശക്തി തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ പക്ഷത്തു നിന്ന്, അത് കേരളത്തിന്റെ ആയിക്കോട്ടെ തമിഴ്നാടിന്റെ ആയിക്കോട്ടെ, ജനങ്ങളുടെ പക്ഷത്തു നിന്ന് അതിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളോ സ്വാർത്ഥതയോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ള നല്ലൊരു തീരുമാനം സർക്കാരുകൾക്ക്, ഭരണകൂടങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന അഡ്വക്കേറ്റ് റസൽ ജോയെ പോലെയുള്ളവർക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ശ്രീ റസൽ ജോയ്, ഒപ്പം തന്നെ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, രണ്ടുപേർക്കും നന്ദി.